ഹലോ, ഇന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാണ്ട് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു യാത്രയുടെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോടും പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരും ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് ചാലക്കുടിയിലാണ് കേട്ടോ. ചാലക്കുടിയിൽ മേലൂർ എന്ന് പറയും. അപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്കമാലിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് അമ്മയുടെ ഒരു നൈറ്റൊക്കെ എടുത്തിട്ട് സെറ്റായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും ചായക്കടിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീം വേഗം തന്നെ കഴിച്ചു കേട്ടോ, കാരണം ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നു. പിന്നെ അമ്മ ടാങ്കിൻ്റെ പൊടിയൊക്കെ കലക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വയറൊക്കെ നിറഞ്ഞായിരുന്നു കേട്ടോ. ചോറിനുണ്ടാന്ന് വെച്ചതാണ്. പിന്നെ അമ്മയുടെ ബീഫും കൊള്ളിക്കിഴങ്ങും കൂടി കറി വെച്ചത് കണ്ടപ്പോൾ 2 പറ്റ് തിന്നാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് വയ്ക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറയണേ, നീ വെച്ചോ, നീ വയ്ക്കണത് എനിക്കിഷ്ടമൊന്നും. ഇപ്പോൾ അങ്ങനെ വീണ്ടും കയ്യിലും കലൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയായി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അമ്മ സാധനങ്ങളൊക്കെ അരിഞ്ഞു തന്നു. അപ്പം നമ്മുടെ കറിക്ക് പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളക് അതൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ വാട്ടി നമ്മുടെ സ്ഥിരം വെപ്പ് അങ്ങോട്ട് വെച്ചു. അങ്ങനെ അത് വെച്ച് ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചായിരുന്നു. അപ്പോഴേക്ക് 4 മണിയൊക്കെ ആവാറായിട്ടോ ഏകദേശം. അപ്പോൾ പിള്ളേർ രണ്ടാളും കിടന്ന് ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചു. അപ്പോൾ അവർ നിൽക്കുമ്പോൾ ചൂടൊക്കെ ആറിയിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കടി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കൂട്ടി ചായ കുടിക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഉഴുന്നുവടയും ഉണ്ടംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു, സമൂസ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇത്തിരീശം എടുത്ത് ഞാൻ ചായ കുടിച്ചു. പിന്നെ ഞാനും അമ്മയും കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചെല്ലുമ്പോഴാണ് അമ്മയുടെ വിശേഷങ്ങളും പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നു കേട്ടോ. പിന്നെ അവർക്കും ചായ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ.